വോട്ട് മോഷണത്തിലൂടെ വോട്ടുകൾ വെട്ടിക്കുറക്കുമ്പോൾ അതെല്ലാം രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പൊക്കുകയാണ്. എന്നാൽ വോട്ടുകളെല്ലാം കുറച്ചുകൊണ്ടുവരാൻ മറ്റൊരു വഴിയുണ്ട്. അതാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. അത് ബീഹാറിൽ നടത്തിയത് നമ്മൾ കണ്ടു. 65 ലക്ഷത്തോളം വോട്ടർമാർക്ക് അവരുടെ അവകാശം നഷ്ടപ്പെട്ടു എന്ന വാർത്തകളും നമ്മൾ വായിച്ചു. എന്നാൽ ഇതാ ബീഹാറിന് പിന്നാലെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമെല്ലാം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഈ മാസം 30-ാം തീയതിക്ക് മുൻപ് തുടങ്ങുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 10 മുതൽ 15 ദിവസത്തിനകം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ SIRന് തയ്യാറെടുക്കുമെന്നാണ് ഈ മാസം ആദ്യം തന്നെ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ കമ്മീഷൻ അറിയിച്ചത്. അതുപ്രകാരമാണ് എല്ലാം നടക്കുന്നത്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സിഇഒമാർ അവരുടെ വെബ്സൈറ്റുകളിൽ SIRന് അടിസ്ഥാനമാക്കാനുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവസാനമായി SIR നടത്തി തയ്യാറാക്കിയ പട്ടികയാണ് പ്രസിദ്ധീകരിക്കുന്നത്. 2002-നും 2004-നും ഇടയിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിനു മുൻപ് SIR നടത്തിയത്. കേരളം 2002-ലെ പട്ടികയാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത്. SIR സംബന്ധിച്ച സംശയങ്ങൾ തീർക്കാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാനുമൊക്കെയായി കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ കൂടിക്കാഴ്ചകളും നടന്നു കഴിഞ്ഞു. കമ്മീഷൻ നിയമിച്ച ബൂത്ത് ലെവൽ ഓഫീസർമാർ, അതായത് BLOമാർ, അവർക്ക് പുറമെ SIR പ്രക്രിയയിൽ സഹായിക്കാനായി കൂടുതൽ ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയോഗിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് കമ്മീഷൻ പറഞ്ഞിട്ടുമുണ്ട്. ഇനി എന്തു തന്നെ പറഞ്ഞാലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പലയിടത്തും BJPയുടെ ഒരു ഏജന്റിനെ പോലെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞത് സാധാരണക്കാരനല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അതിനുള്ള തെളിവുകളും അദ്ദേഹം ഏറെ നിരത്തിയിരുന്നു. കർണാടകത്തിൽ മാത്രം ഒരിടത്ത് 1 ലക്ഷത്തിലേറെ വോട്ടുകൾ വർദ്ധിച്ചതിനെക്കുറിച്ചും ഒരു മാറ്റപ്പെട്ടതിനെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റൊരു മണ്ഡലത്തിൽ 6018ഓളം വോട്ടുകൾ ഇല്ലാതായതിനെക്കുറിച്ചുമൊക്കെ രാഹുൽ ഗാന്ധി വിവരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയോ നഷ്ടപ്പെടുന്ന വോട്ടുകൾ ആർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആർക്കാണ് ഗുണം ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാകുന്നു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത്തരത്തിലുള്ള വോട്ട് ചോരി യാത്രയുമായി രാഹുൽ ഗാന്ധിക്ക് അവിടെ പോകേണ്ടി വന്നത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി നടത്തുന്ന ചില നടപടികൾക്കെതിരായിട്ടാണ്. അതുതന്നെയാണ് രാജ്യം ഏറെ ചർച്ച ചെയ്യുന്നതും. മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ നടന്ന വലിയ തരത്തിലുള്ള വോട്ടു കച്ചവടം അല്ലെങ്കിൽ വോട്ട് മോഷണം എന്ന് പറയുന്നത് BJPക്ക് അനുകൂലമായി വന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതിനും ശേഷമാണ് ഇപ്പോൾ പല തവണകളായി അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ഇതിൻ്റെ തെളിവുകൾ നിരത്തുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു SIR പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്നത്. ഇത് രാജ്യം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാജ്യം ഏറെ ആശങ്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.